السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. വളരെയേറെ ആദരവും ബഹുമാനമുള്ള ഈ സംരംഭത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസി ഉസ്താദ് അവറുകളെ, എസ് ബി ദാരിമി ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദ് ഹാദി തങ്ങൾ, അബ്ദുൽ അസീസ് ദാരിമി ഉസ്താദ്, അൻവർ അലി ഉസ്താദ്, കെ ബി ദാരിമി, മായിൻ ദാരിമി, കുക്കില ദാരിമി അടക്കമുള്ള ഉലമാക്കളെ, എം എച്ച് ഹാജി അടക്കമുള്ള നേതാക്കളെ, സഹോദരന്മാരെ, മുതഅല്ലിമീങ്ങളെ, മുഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഷംസുൽ ഉലമ കൾച്ചറൽ സെൻറ്റർ കർണാടക SUCC സംഘടിപ്പിച്ച ഒരു മതവേദിയിലാണ് നാം ഇരിക്കുന്നത്. ഖത്മുൽ ഖുർആനും തഹ്രീരുകളൊക്കെ നടത്തി പ്രാർത്ഥനാ സദസ്സുണ്ടാക്കിയതിൻ്റെ ശേഷം ഒരു സംരംഭമാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാരഥന്മാരായ നമ്മുടെ ഉസ്താദന്മാരുടെ, സമസ്തയുടെ പണ്ഡിതന്മാരെ ഒരു അനുസ്മരണ സംരംഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷംസുൽ ഉലമ കൾച്ചറൽ സെൻറ്റർ കർണാടക എന്ന പേരിൽ അടുത്തായി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഇത്. ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാൻ കാരണം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിലും ഇതിൽ കാണുന്ന ഉസ്താദന്മാരും ഇതിൽ ആവേശത്തോടുകൂടെ പ്രവർത്തിക്കുന്നവരൊക്കെ കാണുമ്പോൾ എന്തോ ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു പദ്ധതിയുമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നിലനിർത്താനും ശക്തിപ്പെടുത്താനും സുന്നത്ത് ജമാഅത്തിന് ശക്തി നുകരാനുള്ള എന്തോ ഒരു കാര്യം നടത്താനുള്ളൊരു പദ്ധതി അവരിൽ ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷംസുൽ ഉലമയുടെ പേരിൽ നമ്മുടെ കർണാടകയിലും കേരളത്തിലും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അറബിക് കോളേജുകളുണ്ട്, അക്കാഡമികളുണ്ട്, മദ്രസകളുണ്ട്, യതീംഖാനകളുണ്ട്. ആംബുലൻസ് തന്നെ നോക്കിയാലും കൂടുതലുള്ളത് ഷംസുൽ ഉലമയുടെ പേരിലാണ്. ഇങ്ങനെ ധാരാളമുണ്ട്. ആ കൂട്ടത്തിൽ അതെല്ലാം ഷംസുൽ ഉലമയുടെ പേരിൽ എന്തു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്, കുതിച്ചിട്ടുണ്ട്, അതിന് വലിയ നേട്ടമുണ്ടായിട്ടുണ്ട് എന്ന് സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷംസുൽ ഉലമ കൾച്ചറൽ സെൻറ്റർ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ പല നല്ല കാര്യങ്ങളും ഉദ്ദേശങ്ങളും ഇതിൻ്റെ ഉസ്താദന്മാർക്കും സംഘാടകർക്കും ഉണ്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ നിലയ്ക്ക് അള്ളാഹു ആക്കി തീർക്കട്ടെ. നല്ല രീതിയിൽ ഇതിന് പ്രവർത്തിച്ച് സമൂഹത്തിന് എന്തെങ്കിലും നന്മകൾ ചെയ്തു കൊടുക്കാനും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ ഇതിൽ കൂടി നിലനിർത്താനും സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുവാനും ഈ സംഘടനയിൽ കൂടി അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇമാം ഷാഫി അക്കാഡമിയുടെ വൈസ് പ്രിൻസിപ്പാലാണ് അൻവർ അലി ഉസ്താദ്. അൻവർ അലി ഹുദവി ഉസ്താദിന് ഒരുപാട് പരിപാടികളുണ്ട്. അൻവർ ഹുദവി ഉസ്താദിന് ഒരുപാട് മലപ്പുറം ഭാഗത്തും കോഴിക്കോട് ഭാഗത്ത് കണ്ണൂർ ഭാഗത്ത് പരിപാടികളാണ്. കുറേ കൊല്ലങ്ങളായി
പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടത്തുന്ന അദ്ദേഹം ഇഷ്കെ മദീന എന്ന പേരിൽ ഇപ്പോൾ വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ നടന്നു വരുന്നു. അതുകൊണ്ട് അയാൾ ഇന്ന് കോഴിക്കോട് പോയി എത്തേണ്ട ആളാണ്. മഗ്‌രിബിന് മുമ്പ് എത്തണം. അതിൻ്റെ ഇടയ്ക്ക് സംഘാടകർ നിർബന്ധിച്ചപ്പോഴേക്ക് വന്നതാണ്. മംഗലാപുരത്ത് പോയി 2 മണിക്ക് ട്രെയിൻ കയറേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പറയുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, മഹത്തുക്കൾ, അതിൽ നമ്മുടെ ഈ ഭാഗത്ത് നമുക്ക് സമസ്തയിൽ വലിയൊരു വില്ലലുണ്ടായപ്പോ, പിളർപ്പുണ്ടായപ്പോ നമുക്ക് പാറ പോലെ ഉറച്ചു നിന്ന് പ്രവർത്തിച്ച 2 മഹാപണ്ഡിതന്മാർ നമ്മുടെ ജില്ലയിലുണ്ടായിരുന്നു. നമുക്ക് അവരെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന 2 പേർ, വലിയ 2 മഹാരഥന്മാരായ പണ്ഡിതന്മാർ. അതായത് ഒന്ന് ബഹുമാനപ്പെട്ട മർഹൂം കോട്ട ഉസ്താദ്, നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. മറ്റൊന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ മിത്തബൈൽ ഉസ്താദ്. ഈ 2 പേരുടെ സാന്നിധ്യവും അവർ ഉറച്ചു നിന്ന് സമസ്തയിൽ ധൈര്യത്തോടു കൂടെ ആ വില്ലലുണ്ടായ സമയത്ത് ധൈര്യത്തിൽ ഇറങ്ങാൻ പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. തുടക്കകാലത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ സമയത്ത് അന്ന് ഇറങ്ങിയ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ അത് നാമൊക്കെ അതിൽ ഇറങ്ങി പ്രവർത്തിച്ചവരാണ്. ഉസ്മാൻ ഫൈസി ഉസ്താദ്, എസ് ബി ദാരിമി, ഇതുപോലത്തെ ദാരിമ്യങ്ങളും ഫൈസിമാറും ചെറുപ്പക്കാർ ചിലരുണ്ടായിരുന്നു. വളരെ അതിനു വേണ്ടി ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ഒരുപാട് വലിയ വലിയ കേന്ദ്രങ്ങളിൽ പോയി പറയേണ്ടതൊക്കെ നിങ്ങൾ ധൈര്യത്തോടു കൂടെ നാം പറഞ്ഞിട്ടുണ്ട്, വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് നമുക്ക് പ്രചോദനം നൽകിയത്, അതിന് പിൻബലം നൽകിയത്, അന്ന് ആവേശത്തോടെ നാം ഇറങ്ങി പ്രവർത്തിക്കാൻ കാരണം മല പോലത്തെ 2 മഹാപണ്ഡിതന്മാരായിരുന്നു. ഒന്ന് മർഹൂം കോട്ട ഉസ്താദും മറ്റൊന്ന് അബ്ദുൽ ജബ്ബാർ മുസ്ലിയാറുമാണ്. ഇവരായിരുന്നു, യാതൊരു സംശയവുമില്ല. വളരെ ധീരതയോടുകൂടെ ആ സമയത്ത് ഇവർ അങ്ങനെ കുത്തനെ നിൽക്കുമ്പോഴേക്ക് മറുപക്ഷത്തിന്റെ അവർ ഈ സമസ്ത രൂപീകരിച്ചപ്പോൾ അതിന്റെ പ്രസിഡന്റായി നിൽക്കുന്ന ആള് ഇതേ ജില്ലയിൽ തന്നെ അടുത്ത് നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനികളും ശിഷ്യന്മാരും ഉണ്ടാകുമ്പോഴേക്കും ഈ 2 പണ്ഡിതന്മാർ ആ സമയത്ത് പതറാതെ നിന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. ധൈര്യത്തോടുകൂടെ നിന്നു. പറയേണ്ടതൊക്കെ പറഞ്ഞു, എതിർക്കേണ്ടതൊക്കെ എതിർത്തു, അവതരിപ്പിക്കേണ്ടതൊക്കെ അവതരിപ്പിച്ചു. എല്ലാ സ്റ്റേജ് വേദികളിലും ഒന്നും അവർ എവിടെയും അവർ ഒഴിവായിട്ടില്ല. ഒരു ഭാഗത്ത് ചിക്കമംഗളൂർ ഉണ്ടാകും, കക്കുഞ്ചേരിയിലുണ്ടാകും, മറ്റൊരു ഭാഗത്തുണ്ടാകും, എല്ലായിടങ്ങളിലും പോയി. ആ 2 മഹാരഥന്മാർ അല്ലാഹു തആല അവരുടെ ഖബറുകൾ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആരാനുസ്മരിക്കുമ്പോഴേക്കും അവരെ നമുക്ക് മറക്കാൻ കഴിയില്ല. ആ 2 പേരുടെ കൂട്ടത്തിൽ നമുക്ക് കർണാടകയിലും കേരളത്തിലും ഒരുപോലെ ഇതിന് ഓടി നടന്ന മറ്റൊരാളുണ്ട്, മർഹൂം ഖാസിം ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. അത് കേവലം കർണാടകയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങേ അറ്റം വരേക്കും ഇതിന് വേണ്ടി ഓടി നടന്ന ആളാണ്. അന്ന് ഈ ഭാഗത്ത് പരിപാടി നടക്കുമ്പോൾ ചില സദസ്സുകളിലൊക്കെ നാം കണ്ടിരുന്നു. ഈ ഭാഗത്ത് അന്ന് ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദും പാത്തൂർ ഉസ്താദും മാത്രം ഒറ്റപ്പെട്ടുള്ള ചില വേദികൾ. ആ ഖാസിം ഉസ്താദിനെ നമുക്ക് വിസ്മരിക്കാൻ നമുക്ക് കഴിയില്ല. ഇവരായിരുന്നു നമുക്ക് ഇതിൽ നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മെ
ഊർജ്ജസ്വലരാക്കിയതും ഈ മഹാരഥന്മാരാണ്. അവർ ചെറിയ ആൾക്കാരൊന്നുമല്ല, വലിയ മഹാരഥന്മാരാണ്, വലിയ പണ്ഡിതന്മാരാണ് അവർ. കോട്ട ഉസ്താദിനെ കുറിച്ച് നാമൊക്കെ മനസ്സിലാക്കാൻ നമുക്കൊന്നും കഴിഞ്ഞില്ല. എന്താണ് അദ്ദേഹത്തിന്റെ അറിവ്? അദ്ദേഹത്തിന്റെ ഇൽമിന്റെ അറ്റമില്ലാത്ത ഇൽമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഇൽമിനിക്ക് ആഴവും അറ്റവും ഉണ്ടായിരുന്നില്ല. എല്ലാ ഫന്നുകളിലും ഒരുപോലെ കഴിവുള്ള ആള്. ജമ്മുൽ ജവാമിയൊക്കെ ദിയോബന്ദിൽ നിന്ന് വന്ന സമയത്ത് മൂപ്പർ ദർസ് നടത്തുമ്പോ കാണാതെ നടന്നിട്ടായിരുന്നു നടത്തിയിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇബാറത്തുകളൊക്കെ മനപ്പാടമായിരുന്നു അദ്ദേഹത്തിന്. മഖാമാത്തുൽ ഹരീരി അദബിന്റെ കിതാബ് അതൊരവസരം എന്നോട് ഓതണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ കിതാബില്ല. ഉസ്താദ് പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട്. പൊരത് കൊണ്ടുപോകാൻ. അങ്ങനെ ഉസ്താദിന്റെ പൊരത് ഞാൻ കൊണ്ടുവന്നു. അതിൽ 50 മക്കാമുണ്ട്. 30 മക്കാമ ഓതി. ഉസ്താദ് പറഞ്ഞു നീ അങ്ങോട്ട് ഇരുന്നിട്ട് എൻ്റെ തുടക്കമൊന്ന് വായിക്ക്, പിന്നെ നോക്കാന്ന് പറഞ്ഞു. ഇത് നോക്കുമ്പോൾ ഞാൻ തുടക്കം വായിക്കുന്നത്, പിന്നെ എല്ലാതിലുള്ള ബൈത്ത് തേച്ച് മൂപ്പർക്ക് മനപ്പാടാണ്. സബുമൊക്കെ തേച്ച് മനപ്പാടാണ്. അത് വല്ലാത്തൊരു കളിയാണ്. ചില ഗ്രന്ഥങ്ങളൊക്കെ മൂപ്പർ നോക്കി പറയും ഗ്രന്ഥം വളരെ നല്ലതാണ്, പക്ഷെ സാഹിത്യം ഒന്നും പോരാന്ന് പറയും. അതിൽ അങ്ങനെ അത് നമുക്കൊന്നും വർണ്ണിക്കാൻ കഴിയില്ല. ഉസ്താദിന്റെ കൂടെ ഓതിപ്പടിച്ചിരുന്ന ഒരാളായിരുന്നു ആ മഹാജി. ഉസ്താദിന്റെ ബുദ്ധിശക്തിയും കഴിവും ഒക്കെ കണ്ടിട്ട് ഈ ഉസ്താദിനെ പഠിപ്പിക്കണമെന്ന് വെച്ചിട്ട് ആ മുഹാജി ദർസ് നിർത്തിയിട്ട് വന്നിട്ട് ഖത്തീബായി എന്നിട്ട് കിട്ടുന്ന ശമ്പളം കൊടുത്തിട്ട് ഉസ്താദിനെ പഠിപ്പിച്ചു. അതൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ 2 ആളെ ഖബർ ഒരേ സ്ഥലത്താണ്. അതിന്റെ കഥകളൊക്കെ ചരിത്രങ്ങളൊക്കെ നീണ്ടതാണ്. ഇങ്ങനെയുള്ള ബഹുമാനപ്പെട്ട കോട്ട ഉസ്താദ്, ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ ഇന്ന് നമുക്ക് മൂടികര വരേക്കും ഈ ഭാഗത്തിൽ നിന്നിട്ട് ബീച്ചിലോടും തുടങ്ങിയാൽ മൂടികര വരേക്കും നമ്മുടെ സമസ്തന്റെ അനുയായികൾ ഉണ്ടെങ്കിൽ അത് മുഴുവനും ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദിന്റെ അനുയായികളും അദ്ദേഹത്തിന്റെ സ്നേഹികളുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടെ മാത്രമല്ല, ഈ ജില്ലയിലും എല്ലാ ഇടങ്ങളിലും ഉണ്ട്. ഈ 2 മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കണ്ട് അവരെ പിന്നിൽ അണിനിരന്ന് ഈ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നല്ലവരായ ജനങ്ങളാണ് ഈ ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ അനുസ്മരണങ്ങളും അവരുടെ ചരിത്രങ്ങളും അവരുടെ കഥകളും സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ട കടപ്പാടും ബാധ്യതയും നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർക്കത്ത് കൊണ്ട് ശംസുൽ ഉലമയുടെയും കണ്ണീസ് ഉസ്താദൊക്കെ നാം ഒരുപാട് പറഞ്ഞതാണ്. അതിനിയും ഇവിടെ ഉസ്താദന്മാർ പറയും. ആ സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ഹഖ് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഹൃദയങ്ങളെ മഅരിഫത്ത് കൊണ്ട് അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. നാഫിയായ ഇൽമു അല്ലാഹു നമുക്ക് ചൊരിച്ചു തരട്ടെ. നമ്മുടെ സമയങ്ങൾ അല്ലാഹുവിനെ സ്മരിച്ച് ഓർത്ത് സമയങ്ങളെ കഴിച്ചു കൂട്ടാൻ, ദിക്റുകളിലായി സമയങ്ങളെ കഴിച്ചു കൂട്ടാൻ, നമുക്ക് ആവശ്യമില്ലാത്ത ഒഴിവാക്കി സമയങ്ങളെ നല്ലതിൽ മാത്രം ചെലവഴിക്കാൻ പടച്ചറപ്പ് തൗഫീഖ് നൽകട്ടെ. ഈ ശംസുൽ ഉലമ കൾച്ചറൽ സെന്റർ എന്താണോ ഇവർ ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് ആ നല്ല കാര്യങ്ങൾ അവർക്ക് നിർവഹിക്കാനും പൂർത്തിയാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.